ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളൊരു ബോട്ടിൽ ആർട്ടായിട്ടോ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്നും ഇതാണെന്ന് പറയണ്ട, ഇത് ലാസ്റ്റ് കുപ്പിയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ ബ്ലാക്ക് വൈറ്റ് അങ്ങനെയൊക്കെ ഓരോ തീമിലല്ലേ കാണുന്നത്. അപ്പോൾ വെറൈറ്റിക്ക് ഏതെങ്കിലും ഒരു കളർ പിടിക്കാമെന്നുള്ള ആലോചനയിലാണ്. അങ്ങനെ ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് നമ്മൾ ഈ ഗ്രെയിനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഗ്രീൻ അടിക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് കോട്ടിംഗ് ഒക്കെ അടിച്ച് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ നോക്കിയാലും നമ്മൾ ഇതിൽ പെയിൻറ്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ പിസ്ത ഷെല്ല്, അതൊക്കെയാണല്ലോ. അപ്പോൾ വെറൈറ്റിക്ക് കുറച്ച് കുന്തൻ സ്റ്റോണായിട്ട് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണെങ്കിൽ ഒക്കെ മിക്സറായിട്ടാണ് കിടക്കുന്നത് കേട്ടോ. ഇതൊക്കെ ആദ്യമേ പാക്കഡായിട്ടുള്ള കുന്തൻ സ്റ്റോൺസാണ്, ബാക്കിയുള്ളത് മിക്സറായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം, എന്നാലാണ് നമുക്ക് രാത്രി ബാക്കിയുള്ള പരിപാടി എടുക്കാൻ പറ്റൂ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വേറൊരു ഐഡിയ തോന്നി. എപ്പോഴും എന്തിനാണ് ഫുള്ളായിട്ടൊരു ബോട്ടിൽ ഫുള്ളൊരു കളർ അടിക്കണമെന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ഗ്രീനിൻ്റെ ബാക്കി മേലേക്കുണ്ടാകുന്ന ഭാഗം ഞാൻ തുടച്ച് കളഞ്ഞു. പിന്നെ അതിന് സെക്കൻഡ് കോട്ടിങ് അടിക്കണതാണ് കേട്ടോ. പിന്നെ ഇതിന് പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ ഇന്ന ഡിസൈൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഓൺ ക്രിയേഷനിലുള്ള ഐഡിയാസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഓരോ പിക്ചർ എടുത്ത് അതേപോലെ ചെയ്യാമെന്നല്ലാണ്ട് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അങ്ങനെ റിച്ചിനെ നമ്മൾ അംഗൻവാടിക്ക് വിട്ടു. എന്നാലും രാത്രി നിന്നിട്ടോ നമ്മൾ ഈ പെയിൻറ്റിങ്ങൊക്കെ കംപ്ലീറ്റ് ആക്കിയത്. അപ്പോൾ അതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അതും കുന്തൻ സ്റ്റോൺസും പിന്നെ നമ്മൾ ഡ്രസ്സിൽ വയ്ക്കണ ലേസ് ഇല്ലേ, മറ്റേ കല്ല് വെച്ചിട്ടുള്ളത്, അതൊക്കെ വെച്ച് ഒട്ടിച്ച് ഒരു വെറൈറ്റി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഈ ലേസ് ഞാൻ കമ്മലുണ്ടാക്കാൻ വേണ്ടി മുമ്പ് ഉപയോഗിച്ച കാരണം അതിലിങ്ങനെ പശയൊക്കെ ഒട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി അതൊക്കെ പിച്ച് പൊളിച്ച് കളഞ്ഞിട്ട് വേണം നമുക്ക് തുടങ്ങണമെങ്കിൽ. പിന്നെ വെറുതെ ഇരുന്ന് ഇങ്ങനെ പണിയാ വിചാരിച്ച ഒരു മടിയുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കുറച്ച് മ്യൂസിക് വയ്ക്കും. എനിക്ക് പണ്ടേ ഉണ്ട് കേട്ടോ പാട്ടൊക്കെ വെച്ചിട്ട് പണികൾ ഒരുക്കുക. അതാകുമ്പോൾ പണിയെടുക്കണതിൻ്റെ ഒരു ഭാരം അറിയില്ല. പിന്നെ ഒരു പ്രത്യേക വൈബാണ്, പണികളൊക്കെ ടപ്പേ എന്ന് തരും. അപ്പം നമുക്ക് പാട്ട് വയ്ക്കാം. എൻ്റെ ഫേവറേറ്റ് സോങ് ആട്ടോ വെച്ചിട്ടുള്ളത്. ഏതറിയുമോ? പവിത്രം സിനിമയിലെ ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ ഈ സമയത്ത് കേൾക്കാൻ പറ്റിയ പാട്ടുമാണ്. ഏത് പിന്നെ പ്രത്യേകിച്ച് ഈ ലൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇതാട്ടോ. ഈ ഒരു പോർഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വേറൊരു സോങ്ങാണ് ഇത്. ഏത് അറിയോ? ഇതിൽ പ്ലേലിസ്റ്റിൽ രണ്ടാമത് കിടക്കണ ഇത് കണ്ടോ, ഇതെൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. പിന്നെ നമ്മളിനി അടുത്തത് ഇതിൻ്റെ ആത്മാവിനെ വലിച്ചെടുക്കുക എന്നാണ് അടുത്ത പരിപാടി. കാരണം ഇത് തീരാനായിട്ട് ഇതാണെങ്കിൽ പശയാണെങ്കിൽ ഈ കാണുന്ന പോലെ ഒന്നും കേട്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഫുൾ എയറാണ് ഈ പശേൻ്റെ ഉള്ളിൽ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ആത്മാവിനെ നമ്മൾ വലിച്ച് പുറത്ത് എത്തിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ. അങ്ങനെ നമ്മൾ ഈ ഒട്ടിക്കലും പരിപാടിയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ താഴെ ഞാനിങ്ങനെ വലിയ കുന്തൻ സ്റ്റോണിൻ്റെ റൗണ്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴത്തെ ഒട്ടിക്കൽ കഴിഞ്ഞപ്പോഴാണ് മേലെ ഒട്ടിക്കാൻ നോക്കിയപ്പോൾ വൈറ്റ് പെയിൻറ്റിങ് ഇങ്ങനെ ഇളകി വരുന്നുണ്ട്. അപ്പം എന്നാൽ വിചാരിച്ചു എന്തായാലും ഇളകി പോരും, ഒരു സൈഡേ വരുന്നുള്ളൂ, അത് വെച്ചൊരു പുതിയ ഡിസൈൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അവിടെ മാത്രം ഇങ്ങനെ ട്രാൻസ്പെറൻറ്റ് പോലെ വെച്ചിട്ട് ബാക്കി വൈറ്റ് അങ്ങനെ നിർത്താൻ വിചാരിച്ചു. കണ്ട സ്പോട്ടിലാണ് നമുക്കിങ്ങനെ ഓരോ ഐഡിയകൾ പൊന്തി വരുന്നത് കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. താഴെ കുന്തൻ സ്റ്റോൺ കൊണ്ട് സിമ്പിളായിട്ടൊരു വർക്കും പിന്നെ വൈറ്റ് ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആക്കിയിട്ട് ഇങ്ങനെയും. അങ്ങനെ നമ്മുടെ കുന്തൻ സ്റ്റോണും അതുപോലെ ലേസൊക്കെ വെച്ചിട്ട് സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എൻ്റെ ഓൺ ഐഡിയ കൊണ്ടാണ് തോന്നുന്നു. എനിക്ക് ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് കമൻറ്റിൽ പറയണേ. അപ്പോൾ നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ നന്ദി, വണക്കം. അപ്പോൾ ബൈ.